ഹലോ. അപ്പം ഞാനും ആര്യനും അതാ രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഉറക്കം പോയല്ലോ എന്നുള്ള വിഷമത്തിലാണ് ഈ ഇരിക്കുന്നത്. ആര്യം എന്താ അവിടെ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റൊക്കെ അവിടെ ഇരുന്നിട്ട് പിന്നെ ഞാൻ വേഗം അടുക്കളയിലേക്ക് പോയിട്ടോ. പിന്നെ ഇരുന്നാൽ പിന്നെ സമയം ഉണ്ടാവില്ല. അപ്പോൾ അതാ ചോറൊക്കെ എടുത്തിട്ട് തിളപ്പിച്ചൂറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ നല്ല മഞ്ഞുള്ള പോലെ തോന്നിട്ടോ. ഞാൻ പിന്നെ രാവിലെ ഒന്നും ഗ്രില്ല് അപ്പം തന്നെ തുറക്കില്ല, കുറച്ചും കൂടി കഴിഞ്ഞിട്ടേ തുറക്കുള്ളൂ. രാവിലെ കഴിക്കാൻ ഉപ്മാവാണ് ഇട്ടുണ്ടാക്കണത്. പിന്നെ ഉച്ചയ്ക്ക് കൊണ്ടുപോകാൻ ആര്യന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും പരിപ്പും വെള്ളരിക്കും കൂടി കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരുമിച്ചെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് വെക്കണം കേട്ടോ. എൻ്റെ ഈ വേഷവിധാനം കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ. രാത്രി മെയിൽ കഴുകിയിട്ട് കിട്ടിയ ഒരു മാക്സി എടുത്തിട്ടതാണ്. ഇപ്പോൾ ഫോണിൽ ഇങ്ങനെ വീഡിയോ അല്ല വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. പിന്നെ മുടിയൊക്കെ ഇങ്ങനെ മേലേക്കൊക്കെ കെട്ടി വെച്ചിട്ട് രാവിലെ കുളിച്ചിട്ടാണ് കയറിയിരുന്ന് വെച്ചെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇതേ അപ്പം നമ്മുടെ ഉപ്മാവ് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ചിരകിയതൊക്കെ ഞാൻ ഫ്രീസറിൽ വെക്കുന്നതാണ്, രാവിലെ പണി എളുപ്പമാവുമല്ലോ. അപ്പോൾ അത് ചൂടോടെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ്. എന്നിട്ട് ആ പാനിൽ തന്നെയാണ് ഞാൻ വീണ്ടും ഉപ്പേരി ഉണ്ടാക്കുന്നത്. ഇങ്ങനെ കുറേ പാത്രങ്ങൾ കഴുകണ്ടല്ലോ, അതൊന്ന് ഞാൻ ടിഷ്യൂ ആയിട്ട് തുടച്ചിട്ട് പിന്നെ ആ പാത്രത്തിൽ തന്നെ ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് ഉപ്പേരി വെക്കണം കേട്ടോ. അതിങ്ങനെ നല്ലോണം വറുത്ത പോലെ ആക്കിയെടുക്കും, അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉമ്മറത്തെ വാതിൽ പോയി തുറക്കുന്നത്. മഴ പെയ്തിട്ട് ഡോറ് നല്ല ടൈറ്റായിട്ടുണ്ട്, അപ്പോൾ തുറക്കാനും കിട്ടുന്നില്ല. ഞാനാണെച്ചെങ്കിൽ ലോക്ക് ഫുള്ള് തുറക്കാതെയാണ് ആ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക്ക് കംപ്ലീറ്റ് ആയിട്ട് തുറക്കാത്ത കാരണം ഞാൻ ഡോറുണ്ട് പിടിച്ച് വലിച്ചപ്പോൾ ടേ എന്നുള്ളൊരു സൗണ്ടാട്ടോ കേട്ടത്. ഞാൻ വിചാരിച്ച് ലോക്ക് പൊട്ടിയെന്ന്, പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല. ആര്യനെ സ്കൂളിൽ കൊണ്ടാക്കുമ്പോഴേക്കും ഞാൻ എൻ്റെ എല്ലാ പണിയും തീർത്ത് വയ്ക്കും കേട്ടോ. പിന്നെ എനിക്ക് സിയമോളുടെ കൂടെ ഇരിക്കല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ അതാ ആര്യനെ കൊണ്ടാക്കി വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സിയമോളെ എണീക്കുന്നത്. കുറച്ച് നേരം സിയമോളേനെ എടുത്ത് മടിയിൽ വെച്ച് കൊഞ്ചിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ കൊണ്ടുപോയി കുളിപ്പിച്ചു, ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കണം കേട്ടോ. അതൊക്കെ ചെയ്തു കൊടുത്താൽ അപ്പം തന്നെ അവൾക്ക് കണ്ണും പിരികൊക്കെ എഴുതി കൊടുക്കണം. അവൾ തന്നെ അങ്ങനെ പറയും. എന്നിട്ടത് ആ ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ഉപ്മാവ് കുറച്ചൊക്കെ കഴിച്ചു, പിന്നെ ബാക്കി കഞ്ഞിയാണ് കൊടുത്തത്.